അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള ആനിയിറങ്ക് ശങ്കരപാണ്ഡ്യൻപെട്ടിയിലെ അനധികൃത റോഡ് നിർമ്മാണത്തിന് റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകിയെങ്കിലും സർവേ നടപടികൾ വൈകുന്നു. ജനുവരി 28-ന് സ്റ്റോപ്പ് മെമ്മോ നൽകുകയും പിന്നീട് സർവേ നടപടികൾ ആവശ്യപ്പെട്ട് താലൂക്കിലേക്ക് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല. ചക്രമുടിയിൽ കയ്യേറ്റം നടത്തിയവർ തന്നെയാണ് ഇവിടെയും റോഡ് നിർമ്മാണം നടത്തിയത്. റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഒത്താശയാണ് സർവേ നടപടികൾ വൈകാൻ കാരണമെന്നാണ് ഉയരുന്ന ആരോപണം. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ശങ്കരപാണ്ഡ്യൻപെട്ടിയിലെ പട്ടയഭൂമിയുടെ മറവിൽ പഞ്ചായത്തിൽ നിന്നോ വില്ലേജിൽ നിന്നോ ഒരുവിധ അനുമതിയും വാങ്ങാതെ ചെങ്കുത്തായി കുന്നിടിച്ചു നിരത്തി റോഡ് നിർമ്മാണം ആരംഭിച്ചത്. മാധ്യമ വാർത്തകൾ പുറത്തു വന്നതോടെ നിർമ്മാണം താൽക്കാലികമായി നിർത്തിയിരുന്നു. എന്നാൽ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നിലവിൽ റോഡ് നിർമ്മിച്ചിരുന്നതിന്റെ എതിർവശത്തു നിന്നും JCB ഉപയോഗിച്ച് റോഡ് നിർമ്മാണം നടത്തി. നിർമ്മാണം ശ്രദ്ധയിൽപ്പെട്ടതോടെ രാജകുമാരി വില്ലേജ് ഓഫീസർ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ ഉത്തരവും നൽകി. കഴിഞ്ഞ 28-നാണ് നിർത്തിവെക്കൽ ഉത്തരവ് നൽകിയത്. ഇതും നിലനിൽക്കെയാണ് ഇപ്പോഴും നിർമ്മാണം സജീവമായി നടക്കുന്നത്. 4 പേരുടെ പേരിലുള്ള സ്ഥലത്തുകൂടിയാണ് നിർമ്മാണം. അതിനാൽ തന്നെ 4 പേർക്കും സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടുണ്ട്. റോഡ് നിർമ്മിക്കുന്നതിന് സമീപം സർക്കാർ പുറമ്പോക്ക് ഭൂമിയുണ്ടെന്നും റോഡ് നിർമ്മാണം സർക്കാർ ഭൂമിയിലൂടെയാണോ എന്നത് വ്യക്തത വരുത്തേണ്ടതുണ്ടെന്നും സ്റ്റോപ്പ് മെമ്മോയിൽ വ്യക്തമാക്കുന്നു. എന്നാൽ സ്റ്റോപ്പ് മെമ്മോ നൽകി നാളുകൾ കഴിഞ്ഞിട്ടും സർവേ നടത്തി തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് റവന്യൂ വകുപ്പ് തയ്യാറായിട്ടില്ല. അനധികൃത നിർമ്മാണത്തിന് നേതൃത്വം നൽകുന്നത് ചക്രമുടിയിലെ കയ്യേറ്റത്തിന് നേതൃത്വമായി നിന്ന വ്യക്തിയാണ്. പണത്തിന്റെ സ്വാധീനവും രാഷ്ട്രീയൊത്താശയുമാണ് സർവേ നടപടികൾ വൈകിപ്പിക്കാൻ കാരണമെന്നും ആരോപണമുയരുന്നു. അതുകൊണ്ട് തന്നെ റോഡ് നിർമ്മാണം ഭീഷണിയായി മാറിയിരിക്കുന്ന മഞ്ഞക്കൊടി മുതുവാക്കൊടി ഉന്നതിയിലെ ആദിവാസികൾ അനധികൃത നിർമ്മാണത്തിനെതിരെ പ്രതിഷേധത്തിന് തയ്യാറെടുക്കുകയാണ്. സിറ്റി വിഷൻ, പൂപ്പാറ.